ടി ജി, നമ്മുടെ ഗവർണർ ഇങ്ങനെയൊക്കെ പെരുമാറാമോ? മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു ചായ കുടിക്കാൻ പോലും വിളിക്കാതെ അപമാനിച്ച് വിട്ടില്ലേ? ഇല്ല, മുഖ്യമന്ത്രി ഗവർണറുടെ വീട്ടിൽ പോയി എന്നുള്ള വ്യാഖ്യാനം ശരിയല്ല. ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് രാജ്ഭവനിൽ വെച്ചു. അത് സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ടത് ഗവർണറാണ്. ആ ഡ്യൂട്ടി ഗവർണർ നടത്തുന്നു. അത് കഴിഞ്ഞ് ഇത് സംഭവം രാജ്ഭവനിലായതുകൊണ്ട് അവിടെ ഒരു ചായ സൽക്കാരമുണ്ട്. അത് കോമണാണ്. ഇത്രയും ആളുകൾക്ക് അവർക്ക് പോകാൻ എടുക്കാൻ കഴിയില്ല. അപ്പം അതിന് ഗവർണർ എന്ത് ചെയ്യണമായിരുന്നു എന്നാണ്. ഗവർണർ ചായ കുടിക്കാറില്ല. ചായ കുടിച്ചിട്ടോ അതവിടെ വെച്ചിരിക്കുകയല്ലേ? അല്ലേ, നല്ലൊരു മര്യാദയല്ലേ വിജയ, ഒരു ചായ കുടിക്കൂ. അതിനു മുമ്പ് മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? ഈ സത്യപ്രതിജ്ഞ ചെയ്ത രണ്ട് മുഖ്യമന്ത്രിമാരും മന്ത്രിമാർ ശശീന്ദ്ര, രണ്ട് മന്ത്രിമാരും പിന്നെ ശശീന്ദ്രൻ, ഇവരവിടെ നിന്ന് ചായ കുടിച്ചല്ലോ. അവരെന്താ ഗവർണർ വാ നമുക്ക് ചായ കുടിക്കാമെന്നൊക്കെ പറഞ്ഞ് കൈക്ക് പിടിച്ചുകൊണ്ട് പോയാൽ അങ്ങനെയല്ല. അതൊരു ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് എന്ന് പറഞ്ഞ ചടങ്ങിൽ പെരുമാറേണ്ട ഒരു ചട്ടമുണ്ട്. ചട്ടം എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടൊന്നുമില്ല, ഒരു മര്യാദ. നമ്മൾ സാധാരണ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു മാരേജ് പാർട്ടിക്ക് നമ്മൾ പോകുമ്പോൾ ഈ ക്ഷണിക്കുന്ന ആളവിടെ ഉണ്ട്, പക്ഷേ ക്ഷണിക്കപ്പെട്ട് വരുന്ന നമ്മളും കാണിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതെ, അല്ലാതെ ഞാനിങ്ങനെ ഇവിടെ ഇരിക്കും, ഞാൻ എന്ത് ചെയ്യണമെങ്കിലും മറ്റേ ആൾ നേരിട്ട് വന്ന് എന്നോട് പറയണം, ഇങ്ങനെയൊക്കെ ബലം പിടിച്ചിരിക്കുന്നത് ഒരുതരം മാടമ്പിത്തരമാണ്. അപ്പോൾ അത് മുഖ്യമന്ത്രി കാണിച്ചു. അങ്ങേര് ഇറങ്ങിപ്പോയി. പിന്നാലെ നിവൃത്തികേട് കൊണ്ട് മറ്റ് മന്ത്രിമാരും ഇറങ്ങിപ്പോയി. ഇതാണ് സംഭവിച്ചത്. അതിൽ ഗവർണറുടെ കുറ്റമൊന്നും ഞാൻ കാണുന്നില്ല. അല്ല, എന്നാലും ഈ മുതിർന്ന ആൾ നമ്മുടെ ഭരണഘടനാ തലവൻ ആണല്ലോ ഗവർണർ. മുഖ്യമന്ത്രി എക്സിക്യൂട്ടീവിൻ്റെ തലവനാണ്. എന്നാൽ പോലും അദ്ദേഹം ഇവിടെ വരുമ്പോൾ അല്ല, അവർ തമ്മിൽ രസത്തിലല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവർ ആ ചടങ്ങിൽ വെച്ച് തന്നെ മുഖാമുഖം നോക്കിയിട്ട് പോലുമില്ല. അതെ, കുട്ടികളെ പോലെ മുഖമൊക്കെ വീർപ്പിച്ച്. അല്ല, കുട്ടികളെ പോലെ മുഖം വീർപ്പിക്കുന്നതായി പിണറായി വിജയൻ അതേ സാധിക്കുകയുള്ളൂ. ആരിഫ് മുഹമ്മദ് ഖാന് കൃത്രിമമായിട്ടാണെങ്കിലും ചിരിക്കാനൊരു കഴിവുണ്ട്. പിണറായിക്ക് അതില്ല. പിണറായി സ്വതേ ചിരിക്കുന്ന ആളല്ല. കൃത്രിമമായിട്ട് ഒട്ടും ചിരി വരില്ല മുഖത്ത്. അപ്പോൾ അതുകൊണ്ട് പിണറായി ബലം പിടിച്ചിരുന്നു. എന്നാൽ പിന്നെ അവിടെ ഇരുന്നോട്ടെ എന്ന് ഗവർണറും വിചാരിച്ചു. ഈ മുഖ്യമന്ത്രി തനിക്ക് വല്ലാത്ത വലിപ്പമുണ്ട് എന്ന് ധരിച്ചു വെച്ചായിരിക്കുന്നു. വലിപ്പം ഇല്ലേ മുഖ്യമന്ത്രിക്ക്? വലിപ്പമൊക്കെ ഉണ്ട്, പക്ഷേ ഉള്ള വലിപ്പമേ ഭാവിക്കാവുള്ളൂ. അതിൽ കവിഞ്ഞുള്ള വലിപ്പമില്ല. സ്റ്റേറ്റിൻ്റെ നമ്പർ 1 പൗരനാരാ? അത് ഗവർണർ തന്നെയാണ്. ഈ ഗവർണർ അനാവശ്യമായ ഒരു അജഗള സ്ഥലമാണ് എന്നുള്ള മുഖ്യമന്ത്രിയുടെ നിലപാടുണ്ടല്ലോ, അതിന് ഭരണഘടനാ സാധ്യതയുമില്ല, ജനങ്ങളുടെ പിന്തുണയുമില്ല. ഇതൊക്കെ ഇങ്ങനെ ഈ കസേര കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭ്രമിച്ചു പോയിട്ട് ഇങ്ങനെ ഞാൻ രാജാവാണെന്ന് പറഞ്ഞിട്ട് ഇരുന്നാൽ അങ്ങനെ ഇരിക്കാം, പക്ഷെ അത് മറ്റുള്ളവരെ അംഗീകരിക്കുകയൊന്നുമില്ല. ഇത് മുഖ്യമന്ത്രി മനസ്സിലാക്കിയാൽ അങ്ങേർക്ക് കൊള്ളാം, മനസ്സിലാക്കിയില്ലെങ്കിലും നാട്ടുകാർക്ക് ഒരു ചുക്കുമില്ല. പക്ഷെ വേണം ഈ ഗവർണർക്ക് മുഖ്യമന്ത്രിയായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹവും സൽക്കാരങ്ങളും ഒക്കെ സ്വീകരിച്ച് പോയാൽ എന്താ? ഒരു കുഴപ്പമില്ല. മുഖ്യമന്ത്രിയുടെ അടിമയായിട്ട് അങ്ങേര് പറയുന്നത് കേട്ട് അങ്ങേര് പറയുന്ന എല്ലാ സ്ഥലത്തും ഒപ്പുവെച്ച് അങ്ങേരുടെ ഒറിജിനൽ പ്രശ്നമുണ്ടല്ലോ, ഏകീകൃത സിവിൽ കോഡ് ഷാബാനു കേസ്, അതിലെ നിലപാടും കൂടെ ഞാൻ തിരുത്തുകയാണ്. പിണറായി വിജയൻ്റെ അത്രയും മഹാനായ വേറൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്നും കൂടെ പ്രഖ്യാപിച്ചിട്ട് അടിമയായിട്ട് കഴിയാം. അതിന് ആരിഫ് മുഹമ്മദ് ഖാനെ കിട്ടില്ല. കാരണം ഇതിലും വലിയ തമ്പുരാനായിരുന്ന രാജീവ് ഗാന്ധിയുടെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് എൻ്റെ മന്ത്രിസ്ഥാനം വേണ്ടാന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ് പുറത്തിറങ്ങിയ ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അന്ന് മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ പ്രിയപ്പെട്ടവനായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ ആദ്യമായിട്ടല്ല കേരളത്തിൽ വരുന്നത്. 1986 കോഴിക്കോട് EMS നമ്പൂതിരിപ്പാട് ക്ഷണിച്ചുകൊണ്ട് വന്നു ശരീഅത്തിനെതിരെ പ്രസംഗിക്കാൻ. കടപ്പുറത്ത് ബീച്ചിൽ കൊണ്ടുവന്നതാണല്ലോ. അന്ന് ആരിഫ് ഖാൻ ഇവർക്ക് പ്രിയപ്പെട്ടതാണല്ലോ. അദ്ദേഹം നിലപാട് മാറിയില്ല. ഇവരല്ലേ തലകുത്തി മറിഞ്ഞത്. ഇവർക്കിപ്പോൾ ശരീഅത്ത് വേണമെന്നല്ലേ. ഇസ്ലാമിക നിയമം കൊണ്ടുവന്നിട്ടേ ഞാൻ മരിക്കാൻ പോകുന്നുള്ളൂ എന്നുള്ള മട്ടിലാണ് പിണറായി വിജയൻ്റെ തത്രപ്പാട്. യെച്ചൂരിയുടെയും തത്രപ്പാട് അത് തന്നെയാണ്. അപ്പം എടുക്കാനാരാ? ആരിഫ് മുഹമ്മദ് ഖാനിൽ ഇത്രയും വർഷമായിട്ടും മുസ്ലിം കമ്മ്യൂണിറ്റിയിലായിട്ടും ഇത്ര പേര് എതിർത്തിട്ടും രാജീവ് ഗാന്ധിയുടെ മന്ത്രിസ്ഥാനം പോലും വലിച്ചെറിഞ്ഞിട്ട് പുറത്ത് വന്ന ആരിഫ് മുഹമ്മദ് ഖാനാണോ മിടുക്കൻ? അതോ ഈ നാഴിക്ക് 40 വട്ടം നിലപാട് മാറ്റി കണ്ടവൻ്റെയൊക്കെ കാല് പിടിച്ച് നടക്കുന്ന ഇന്ന് നാസർ ഫൈസി കൂടത്തായിയെ കണ്ടു കഴിഞ്ഞാൽ മൂത്രം പോകുമല്ലോ പിണറായി വിജയൻ്റെ? എന്തൊരു അധപ്പതനമാണ് ആ മനുഷ്യൻ്റെ. ആ മനുഷ്യന് സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഗവർണർ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ കട്ടൻ കാപ്പി പോലും കൊടുക്കില്ല. അദ്ദേഹം കിടക്കും തന്നെ സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞിട്ട് ഭരണഘടനാപരമായ ചുമതല നിർവഹിക്കും, ഗുഡ് ബൈ എന്ന് പറഞ്ഞ് ഇറക്കി വിടും. പച്ച വെള്ളം കൊടുക്കില്ല. ഇതുപോലത്തെ അൺപ്രിൻസിപ്പിൾഡായിട്ടുള്ള വൃത്തികിട്ട മനുഷ്യർക്ക്. മുമ്പ് ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞൊരു പിണറായി വിജയനുണ്ട്, നികൃഷ്ടജീവി എന്ന് വിളിച്ച പിണറായി വിജയനുണ്ട്.
അവിടെ നിന്നൊക്കെ മാറിയിട്ട് പിണറായിക്ക് ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ടോ? ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അധപ്പതിക്കുന്ന ഒരു പിണറായി എങ്ങനെ ഉണ്ടായി വന്നു? അധപ്പതിച്ചെന്ന് പറഞ്ഞാൽ അടിമയായി പോയി. ജിഹാദി ശക്തികളിലെ അടിമയാണ് പിണറായി വിജയൻ. അതുകൊണ്ടാണ് മകളെ മുഹമ്മദ് റിയാസിനെ കൊണ്ട് കേട്ടിച്ചത് തന്നെയാണ്, അല്ലാതെ അവരുടെ പ്രണയവിവാഹമൊന്നും ആയിരുന്നില്ലല്ലോ. ഇല്ല, അടിമയാവാൻ എന്തായിരിക്കും കാരണം? അതൊക്കെ വോട്ട് കിട്ടാൻ, അധികാരം കിട്ടാൻ വേറെ മാർഗ്ഗമില്ല. ഇപ്പം അതും പോരാഞ്ഞിട്ട് മുസ്ലിം ലീഗിൻ്റെ പിന്നാലെ നടക്കുകയാണ്. പിണറായിക്ക് ഇനി എത്ര കാലം അദ്ദേഹത്തിന് ഒരു ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ട് വീരനായി ഇറങ്ങിപ്പോയിക്കൂടെ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എടുത്ത് നോക്കൂ. ആദ്യം ഫോം ചെയ്തത് അഫ്ഗാനിസ്ഥാനിലാണ്. അത് മുസ്ലിങ്ങൾക്ക് കൊടുത്തു. അവിടെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലല്ലോ. പിന്നെ പാകിസ്ഥാന് വേണ്ടി വാദിച്ചു, ഘോരഘോരം വാദിച്ചു ബ്രിട്ടീഷുകാരുമായിട്ട്. പാകിസ്ഥാനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ? ഇല്ല. അത് കഴിഞ്ഞ് ഇന്ത്യക്കകത്ത് ഇല്ലാത്ത കലാപം മുഴുവൻ ഉണ്ടാക്കി. ഉണ്ടായ സ്ഥലത്ത് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിച്ഛേദം തീർന്നുപോയി. ആന്ധ്രയിൽ തേഭാഗ, തെലുങ്കാന, എന്തൊക്കെയായിരുന്നു പാർട്ടിയുടെ മഹത്വം. എവിടേക്ക് ഇവർ പെരുമാറിയോ അതെല്ലാം പോയി. അത് കഴിഞ്ഞ് മലപ്പുറം ജില്ല കൊടുത്തു. ഇപ്പോൾ മലപ്പുറത്ത് CPM ഉണ്ടോ? ഒരു MLA ജയിപ്പിക്കാൻ പറ്റുമോ? ചെയ്യണമെങ്കിൽ സ്വതന്ത്രനായിട്ടോ PV അൻവർ എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ ജയിപ്പിക്കണം, വേണ്ടേ? ഇതിങ്ങനെ കൊടുത്ത് ആത്മഹത്യ ചെയ്ത് ഇസ്ലാമിക ശക്തികൾക്ക് തീരെഴുതി കൊടുക്കുന്ന സ്വഭാവമുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അല്ല, ഇത് പിണറായിക്ക് മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവുന്ന സ്വഭാവം അതാണ്. ഇതെങ്ങനെയെങ്കിലും ഈ രാജ്യം ഇസ്ലാമിന് തീരെഴുതി കൊടുക്കുക, അതിൻ്റെ ഒരു തരക് പണിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എനിക്കറിയില്ല, ഞാനതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ എന്നുള്ള ചരിത്രം പറഞ്ഞത്. എന്തിന് ഈ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ ചെയ്യുന്നു ചോദിച്ചാൽ ആർക്കും അറിയില്ല. ചൈനയ്ക്ക് അറിയില്ല. ചൈനയിൽ ഈ ജിഹാദികളെ ഓടിച്ചിട്ട് അടിക്കുകയല്ലേ, അതെ, പള്ളികൾ പൊളിക്കുകയാണ്. ഉത്തര കൊറിയയിലുണ്ടോ? കിം ജോങ് ഉൻ ഭരിക്കുന്നിടത്ത് പേടിച്ച് മൂത്രമൊഴിക്കും. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ് ഈ ജിഹാദികളുടെ ഏജൻ്റായിട്ട്. അല്ലാതെ കൊള്ളാവുന്ന നാട്ടിൽ തറവാട്ടി പറഞ്ഞ മുസ്ലിങ്ങൾ വേറെയുണ്ട്, അവരെ ഇവർക്ക് പറ്റില്ല. അതെ, പാണക്കാട് തങ്ങളോട് ഇവർക്ക് പുച്ഛമാണ് ഉള്ളിൽ. ഇപ്പം രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് മുസ്ലിം ലീഗിനെ അടുപ്പിക്കാൻ നോക്കുന്നത്. നേരത്തെ മുസ്ലിം ലീഗുമായിട്ട് കൂട്ടുകൂടുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞിട്ട് MV രാഘവൻ ഒരു ബദൽ രേഖ അവതരിപ്പിച്ചു. അയാളെ ഓടിച്ചിട്ടടിച്ചില്ലേ? പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പോട്ടെ, എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ എന്ന് സമ്മതിച്ചു? ഇല്ല, അയാളുടെ പിന്നാലെ നടന്ന് ഉപദ്രവിച്ചു. എന്തിനായിരുന്നു? അയാളാകെ പറഞ്ഞത് ഇപ്പം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് 87-ൽ MV രാഘവൻ പറഞ്ഞത്. അപ്പോൾ അന്ന് രാഘവൻ വലിയ വർഗശത്രുവായി ഇവർക്ക്. ഇപ്പം അതേ കാര്യം അതിലും ഭംഗിയായിട്ട് പറഞ്ഞ് നുണഞ്ഞുകൊണ്ട് നടക്കുന്നു. ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ, ഈ പരിപാടി എന്തൊരു അധപ്പതനമാണ്. എന്നിട്ട് ഈ മനുഷ്യന് ചായ കൊണ്ടുപോയി കൊടുത്തില്ലെന്നാണ് ഗവർണറുടെ കുറ്റം. അല്ല, ഇങ്ങനെ ഈ മുൻകാല അനുഭവങ്ങൾ, ഈ ഒരു പാർട്ടി മുൻകാല അനുഭവങ്ങളൊക്കെ വിശകലനം ചെയ്ത് ശരിയിലേക്ക് പോകുന്ന പാർട്ടിയാണല്ലോ, ഉൾപാർട്ടി ചർച്ചയൊക്കെ നടത്തിയിട്ട്. അപ്പോൾ മുൻകാലങ്ങളിൽ ലോകത്തെമ്പാടും കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഇങ്ങനെ ജിഹാദികളെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഫലം എന്താണെന്ന് അറിയാമില്ല. എന്നിട്ടും എന്താണ് അറിയാം. ഈ കേരളത്തിലെങ്കിലും ഇനിയെങ്കിലും അത് നടന്നു കിട്ടട്ടെ, ആ സ്വപ്നം എന്ന് വിചാരിച്ചിട്ട് ബുദ്ധിമുട്ട്. ഈ പാർട്ടിയെ ജിഹാദികൾ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞോ? ഹൈജാക്ക് ചെയ്തു എന്ന് പറയാൻ പാടില്ല, പക്ഷേ നിയന്ത്രണം ഏകദേശം അവരുടെ കയ്യിലാണ്. അവർ പറയുന്നതിനപ്പുറം പോവില്ല. അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് നോക്കുക, പാണക്കാട് തങ്ങൾ ഒരു കേക്ക് മുറിച്ചതിൻ്റെ പേരിൽ അപമാനിക്കപ്പെട്ടു. സമസ്തയിൽ നിന്ന് ഒരക്ഷരം പിണറായി വിജയൻ മിണ്ടിയില്ല. ഷംസീർ മിണ്ടിയില്ല, ജലീൽ മിണ്ടിയില്ല, ആർക്കും മിണ്ടാട്ടയില്ല. കാരണം മുസ്ലിം ലീഗ് ഇവരുടെ കൂടെയല്ല, സമസ്ത കൂടെ വരാനുള്ള ലക്ഷ്യങ്ങൾ കാണിക്കുന്നുണ്ട്. സമസ്തയാണ് മുസ്ലിം ലീഗിൻ്റെ പ്രധാന ശക്തി. മുസ്ലിം ലീഗ് കുറച്ച് കഴിഞ്ഞാൽ, ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ സമസ്തയെ തള്ളിപ്പറയും മുസ്ലിം ലീഗിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഡേഞ്ചറസ് ആണ്. ഈ മുസ്ലിം ലീഗ് ഈ സമസ്ത പോലെയുള്ള ഒരു തീവ്ര നിലപാട് എടുക്കുന്ന, സമസ്ത തീവ്ര നിലപാടെന്ന് ഞാൻ പറയുകയല്ല, തീവ്ര നിലപാടെടുക്കുന്ന സമസ്തയിലെ വിഭാഗവുമായിട്ട് സമരസപ്പെടും എന്ന് വിചാരിക്കരുത്. ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും പറഞ്ഞു, അതെന്താ ക്രിസ്ത്യൻ സംസ്കാരമൊന്നും മതമൊന്നും അറിയില്ലല്ലോ, കേക്ക് മുറിക്കുന്നതിനെന്താ എന്ന് കാന്തപുരം വരെ ചോദിച്ചു. ആരും പ്രതീക്ഷിക്കാത്തതാണ്. അപ്പോൾ ഈ പിള്ളേർക്ക് ഒരല്പം പേടിയായി. മാത്രമല്ല, കാന്തപുരം EK അഹമ്മദ് മുസ്ലിയാരുടെ ഖബറിങ്കൽ പോയി സന്ദർശിച്ചു. അതൊരു സിഗ്നലാണ്. അവരാണ് രണ്ടായിട്ട് കാന്തപുരം അരിവാൾ സുന്നികൾ എന്നൊക്കെ അറിയപ്പെട്ടത്. അപ്പോൾ കാന്തപുരം ഇപ്പം മെല്ലെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഈ കളികളുടെ ഉസ്താദുക്കളാണ് മുസ്ലിം ലീഗുകാർ. പിന്നെ പാണക്കാട് തങ്ങൾ ഹിംസെൽഫ് ഒരു ആത്മീയ നേതാവാണ്, രാഷ്ട്രീയ നേതാവ് മാത്രമല്ല. ഇവരുടെ തന്നെ ഈ സമസ്ത തലക്കെട്ടുകാരുടെ തന്നെ, അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതൽ തലപ്പൊക്കമുള്ള ഒരു ആത്മീയ നേതാവാണ് പാണക്കാട് തങ്ങൾ. നബിയുടെ വംശാവലിയിലുള്ള ആളാണെന്ന്
പണക്കാട് കുടുംബം അവർ അല്ലാതെ തന്നെ പൊതുജനങ്ങളുടെ സാധാരണ വിഷയങ്ങളിൽ ഇടപെടുകയും പരിഹരിക്കുകയും ആളുകൾ ഒരു അഭയമായിട്ട് കാണുകയും ചെയ്യുന്ന ആൾ ജാതിമതത്തിന് അപ്പുറത്ത് ഒരു പ്രശ്നത്തിനും പരിഹാരമായിട്ട് ഓടിച്ചെല്ലുന്നത് പാണക്കാട് തങ്ങളുടെ അടുത്തായി കാണും. അത് ഇപ്പോഴല്ല, നേരത്തെ മുതൽ ബാഫക്കി തങ്ങൾ, PMS പൂക്കോയ തങ്ങൾ, അത് കഴിഞ്ഞ് ശിഹാബ് തങ്ങൾ, പിന്നെ ഇപ്പോഴുള്ള തങ്ങൾ, ഇവരെല്ലാം ആ പാരമ്പര്യം സൂക്ഷിക്കുന്നവരാണ്. വളരെ മൈൽഡായിട്ട് സംസാരിക്കുകയുള്ളൂ. കുലീനമായ അരിസ്റ്റോക്രാറ്റിക്കായ ബിഹേവിയറാണ് അവരുടെ എപ്പോഴും. അപ്പോൾ അവരെ തള്ളിയിട്ട് വേറൊരു ഓൾട്ടർനേറ്റ് മുസ്ലിം നേതൃത്വം ഉണ്ടാക്കി അതുമായിട്ട് കൂട്ടുകൂടിയൊക്കെ അധികാരത്തിൽ വരാമെന്നുള്ള പിണറായിയുടെ കാൽക്കുലേഷൻ എത്ര കണ്ട് വിജയിക്കുമെന്ന് പറയാൻ പാടില്ല. EMS അത് വിജയിപ്പിച്ചു. 64 പാർട്ടി പിളർന്നപ്പോൾ CPIക്കാണ് മേജർ നേതാക്കളൊക്കെ CPIയിലാണ്. CPMൽ കുറവേ ഉള്ളൂ, ഇറങ്ങി വന്നവരല്ലേ ഉള്ളൂ. അപ്പോൾ അണികൾ ആരുടെ കൂടെ? സ്വാഭാവികമായിട്ട് അണികൾ വലിയ നേതാക്കന്മാരുടെ കൂടെ പോകും. ഇത് തടയാനായിട്ട് അനൗദ്യോഗികമായൊരു ധാരണ EMS മുസ്ലിം ലീഗുമായിട്ടുണ്ടാക്കി. പരസ്യധാരണയല്ല, രഹസ്യധാരണയുണ്ടാക്കി. എന്നിട്ട് തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ശക്തി തെളിയിച്ചു. അങ്ങനെ കേരളത്തിൽ CPIM ആണ് വലുത് എന്ന് വന്നു കഴിഞ്ഞപ്പോൾ അണികളെല്ലാം അങ്ങോട്ട് മാറി, ഇങ്ങരുടെ പിന്നാലെയും വന്നു. കാരണം ഈ EMSനേക്കാൾ വാക്സാമർഥ്യവും ബുദ്ധിയും ഒക്കെയുള്ള NE ബാലറാം ഇവരൊക്കെ CPIയിലാണ്. അച്യുതാനന്ദൻ CPIയിലാണ്. നല്ല അഡ്മിനിസ്ട്രേറ്ററാണ്, പോലീസിനെ നിയന്ത്രിക്കുന്ന ആളാണ്, അടി കൊടുക്കാൻ മിടുക്കുള്ള ആളാണ്. ഇതൊക്കെയുള്ള ആൾക്കാർ മുഴുവൻ CPIയിലായിരുന്നു. എന്നിട്ട് മുസ്ലിം ലീഗിൻ്റെ ഒരു സൈലൻറ്റ് സപ്പോർട്ടോടു കൂടിയാണ് CPM ആദ്യമായിട്ട് അവരുടെ ശക്തി തെളിയിക്കുന്നത്. ഇതെല്ലാം ചരിത്രത്തിൽ നിൽക്കുന്നു. ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് ഇതൊക്കെ അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമ്പൂതിരിപ്പാട് അന്ന് കളിച്ച കളി ഇന്ന് നടക്കില്ല. കാരണം അന്ന് ലീഗിന് പബ്ലിക് അക്സെപ്റ്റൻസ് ഇല്ലായിരുന്നു. അവരൊരു അൺടച്ചബിൾ ആയിരുന്നു രാഷ്ട്രീയത്തിൽ. ഇന്നങ്ങനെയല്ല. പഴയ ലീഗിൻ്റെ അവരെ കെട്ടിപ്പിടിക്കാൻ എല്ലാവരും കാത്തിരിക്കുന്ന സമയമാണ്. ബഗേഴ്സ് ആർ നോട്ട് ചൂസേഴ്സ്. CPM ഇപ്പോൾ ബഗറാണ് മുസ്ലിം ലീഗിൻ്റെ മുമ്പിൽ. മുസ്ലിം ലീഗ് ഈ സ്വയംവരത്തിലെ പെൺകുട്ടിയെ പോലെ മാലയായിട്ട് ഇങ്ങനെ നിൽക്കുക, ആരുടെ കഴുത്തിലിടണം, ചോയ്സ് മുസ്ലിം ലീഗിൻ്റെ കയ്യിലാണ്. അപ്പോൾ പഴയ കളി ഇപ്പം നടക്കില്ല. ഇതൊക്കെയാണ് രാഷ്ട്രീയത്തിലെ യാഥാർത്ഥ്യം. പക്ഷേ ഇതൊന്നും അറിയാതെ പിന്നെയും ഏതെങ്കിലും പോപ്പുലർ ഫ്രണ്ടുകാരന് എവിടെയെങ്കിലും ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഹിന്ദുക്കളെ ചീത്ത പറഞ്ഞാൽ, അതിൽ ചാടി വീണ് ആ ചെറുപ്പക്കാരനെ പൊക്കിക്കൊണ്ട് നടക്കാൻ CPMൽ ആളുണ്ട് ഇപ്പോൾ. അതാണ് CPMൻ്റെ അധപ്പതനത്തിൻ്റെ ആഴം. അല്ല, നമ്മുടെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അടി ഇങ്ങനെ പിന്നെയും തുടർന്നാൽ കേരളത്തിൻ്റെ ഭരണം എവിടെ ചെല്ലും? കേരളത്തിൻ്റെ ഭരണം അല്ലെങ്കിൽ തന്നെ എങ്ങും ചെല്ലാൻ പോകുന്നില്ലല്ലോ. 10 പൈസ കയ്യിലില്ലാത്ത ആൾ എന്ത് ഭരിക്കാൻ പോവുക? ഞാൻ പറയട്ടെ, ഗവർണർ ഇപ്പോൾ തടഞ്ഞു വെച്ച ബില്ലുകളുണ്ടല്ലോ, അല്ലെങ്കിൽ എടുത്ത് പ്രസിഡന്റിന് അയച്ച ബില്ലുകൾ, ആ ബില്ലുകൾ പാസ്സാക്കിയിരുന്നു എന്ന് വയ്ക്കുക, ഗവർണർ ഒപ്പുവെച്ചു എന്ന് വയ്ക്കുക, കേരളത്തിൽ എന്ത് സംഭവിക്കുമെന്നാണ്? സ്വർഗരാജ്യമായിട്ട് മാറുമായിരുന്നു. ഏത് കാര്യമാണ് സർക്കാരിൻ്റെ തടസ്സപ്പെട്ടിരിക്കുന്നത് ഈ ബില്ലുകൾ? അല്ലെങ്കിൽ ജനങ്ങളെ ബാധിക്കുന്ന എന്ത് കാര്യമുള്ളത്? എന്ത് കാര്യമുള്ളത്? ഇതൊന്നുമില്ല. ഗവർണറെ മാറ്റണം എന്ന്, ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് പറഞ്ഞൊരു ബില്ല്, ലോകായുക്ത ബില്ല്, മുഖ്യമന്ത്രിയെ ശിക്ഷിച്ചാൽ മുഖ്യമന്ത്രി തന്നെ ശിക്ഷ ഇളവ് ചെയ്യും. ഇതൊക്കെയാണ് സാധനം. അപ്പം ഈ ബില്ല് ഗവർണർ ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾക്ക് യാതൊരു വ്യത്യാസം, ഒരു പിന്നാക്കം സംഭവിക്കാനില്ല. അതുകൊണ്ട് ഗവർണർ മുഖ്യമന്ത്രി ഉള്ള ഇടച്ചിലുണ്ടല്ലോ, അത് നമ്മളുടെ പ്രായോഗിക ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന കാര്യമേ അല്ല. ഗവർണർ പറഞ്ഞു, എന്നെ ഈ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ എനിക്ക് ഈ ചെളി പറ്റില്ല, നിങ്ങൾ ആരാന്ന് വെച്ചാൽ ഭരിച്ചോ, ആർക്കാന്ന് വെച്ചാൽ ഡോക്ടറേറ്റ് കൊടുത്തു. പിണറായി വിജയൻ മറുപടി കൊടുത്തു, അയ്യോ അല്ല അങ്ങ് തന്നെ തുടരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കഴിഞ്ഞ വർഷം പോവല്ലേ ഈ കത്ത് കൊടുത്തു. പിന്നാലെ ഈ ബില്ലും വന്നു, ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ബില്ല്. ഗവർണറുടെ ചോദ്യം സിമ്പിളാണ്, നിങ്ങൾ തന്നിരിക്കുന്ന കത്ത്, നിങ്ങൾ പാസ്സാക്കി വിട്ട ബില്ല്, ഇതിലേതാണ് ഞാൻ സ്വീകരിക്കേണ്ടത്? രണ്ടും മുഖ്യമന്ത്രിയാണ് ഒപ്പിട്ടിരിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യണം? പോയ സെക്രട്ടറിമാർക്ക് ആർക്കും ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുന്നില്ല. അവർ പറഞ്ഞു, സാർ അത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ഓക്കെ, ലെറ്റ് പൊളിറ്റീഷ്യൻസ് കം, ലെറ്റ് ചീഫ് മിനിസ്റ്റർ കം. ചീഫ് മിനിസ്റ്റർ പോവുകയില്ല. കാരണം സുപ്രീം കോടതി പറഞ്ഞതല്ലേ, ഗവർണറും മുഖ്യമന്ത്രിയും കൂടി ഇരുന്നൊരു ചായ കുടിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന്. ഈ രണ്ട് കത്ത്, ഒരു കത്തും ഒരു ബില്ലും കയ്യിലുള്ളപ്പോൾ എന്ത് ചെയ്യണം എന്ന് പറയാൻ മുഖ്യമന്ത്രി പോയിട്ട് ആ കത്ത് ഞാൻ പിൻവലിക്കുന്നു, റൈറ്റ്, അപ്പം തന്നെ കമ്പ്യൂട്ടറിലിരിക്കുന്നതിനോട് പറയുന്നു. മുഖ്യമന്ത്രി അവിടെ തന്നെ കൊടുക്കുന്നു, ബില്ല് പാസ്സാക്കുമെന്ന് പറയും. ബില്ലിൽ ഇങ്ങനെ ഒപ്പിടുന്നു, ഇരിക്കുക ചായ കുടിക്കാമെന്ന് പറയുമ്പോൾ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അല്ലാതെ UP-കാരനായ ആരിഫ് മുഹമ്മദ് ഖാന് ഇനി 2 വർഷമേ ഇവിടെ ബാക്കിയുള്ളൂ. ആ മനുഷ്യന് ഇവിടുത്തെ സർവകലാശാലയുടെ തലപ്പത്തിരുന്നിട്ട് എന്ത് വേണം? അല്ല, ഇനി പിണറായി എങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ പിണറായിയെ ഗവർണർ വന്ന് കാണണമെന്ന്?
അല്ല, ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അത് പ്രോട്ടോക്കോൾ അത് അനുവദിക്കുന്നില്ല. ഗവർണർ കമ്മിങ് മിനിസ്റ്റർ അല്ല, അത് അങ്ങനെയാണ്. അല്ലെ, ഒരുപാട് പ്രോട്ടോക്കോളൊക്കെ മാറ്റിയില്ലേ? ഷാർജ ഷെയ്ഖ് വന്നതും. അല്ല, അത് പിണറായി വിജയൻ അത് മാനിക്കുന്നില്ലായിരിക്കാം. ഗവർണർക്ക് ഗവർണറുടെ ഇതുണ്ടല്ലോ, ആരെ പോയി കാണണം, ആരെ പോയി കാണരുതെന്ന്. അപ്പോൾ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും നടന്നാൽ ഞാനതിൽ തെറ്റൊന്നും പറയില്ല. ഗവർണർ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ പോകുന്നു, പിണറായിയുടെ വീട്ടിൽ പോകണ്ട, സെക്രട്ടേറിയറ്റിൽ പോകുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറുന്നു, ഈ വിഷയം ചർച്ച ചെയ്യുന്നു, ഇരിക്കുന്നു. അപ്പോൾ അത് ഭരണഘടനയിൽ ഇതിങ്ങനെ വ്യക്തമായിട്ടൊന്നും എഴുതിയിട്ടില്ല, ഇന്ന ആൾ ഇന്നടുത്ത് പോകരുത്, പോകരുത്. ഇതൊക്കെ ഒരു കീഴ്വഴക്കമാണ് സാധാരണഗതി. പക്ഷേ അത് ചെയ്യില്ല എന്ന് പിണറായി വിജയൻ വിചാരിച്ചാൽ അത് ചെയ്യില്ല, അവിടെ കിടക്കും. ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഒരു റിസ്ക്കുമില്ല. സുനിൽ ആലോചിച്ച് നോക്ക്, ഗവർണർക്ക് എന്ത് വരാനാണ്? അങ്ങനെക്ക് ഇനി 2 വർഷമേ ഉള്ളൂ. നീട്ടിക്കിട്ടിയാൽ നീട്ടിക്കിട്ടാനായിട്ട് അങ്ങേര് പൊളിറ്റിക്സും കളിക്കാനും പോകുന്നില്ല. കാരണം അങ്ങേർക്കൊരു ഏജൊക്കെ ആയി. ഇനിയിപ്പോൾ ഇതിനകത്ത് കിടന്ന് ഈ ഗുസ്തി പിടിക്കുന്നതിന് എന്താ കാര്യം? അങ്ങേര് കേന്ദ്രമന്ത്രിയായിരുന്നു, പല തവണ രാജ്യസഭ MP, ലോക്സഭ MP ഒക്കെ ആയിട്ടുണ്ട്. ഏകദേശം ഒരു മനുഷ്യന് ഇന്ത്യൻ പൊളിറ്റിക്സിൽ കിട്ടാവുന്ന സ്ഥാനങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വയസ്സുകാലത്ത് എന്തിനാ ഇവരുമായിട്ട് ഗുസ്തി പിടിക്കുന്നത്? അദ്ദേഹം ഈ 2 വർഷം കഴിയുമ്പോൾ അദ്ദേഹം ഇറങ്ങിപ്പോകും. അത് കഴിയുമ്പോൾ പിണറായി വിജയന് വേണമെങ്കിൽ ഈ ബില്ലുകൾ പാസ്സാക്കുകയോ പാസ്സാക്കാതിരിക്കുകയോ, അടുത്ത് വരുന്ന ഗവർണർ ഇപ്പോൾ ജസ്റ്റിസ് സദാശിവം പോലൊരു ഗവർണറാണെങ്കിൽ വളരെ സൗകര്യമായി സന്തോഷമായിട്ട് പുള്ളി ഒപ്പിട്ട് കൊടുക്കും. പുള്ളി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒക്കെ ആയിരുന്നു. പക്ഷേ ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യം എഴുതി കൊടുത്താലും പുള്ളി ഒപ്പിട്ട് കൊണ്ടുപോയി എന്തൊരു തലവേദന. ഏതായാലും ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരുകയല്ല, തുടരുകയാണ്. നമുക്ക് കാത്തിരിക്കാം അടുത്ത എപ്പിസോഡുകൾക്ക് വേണ്ടി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.